ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ 4 മണി കഴിയുമ്പോ ആ ഫയലുകളും ഫോട്ടോയും എടുത്ത് ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് വരണം. ഗ്രൗണ്ടിന്റെ അടുത്തോ? ആ അതെ, ഗ്രൗണ്ടിന്റെ കിഴക്ക് മാറി ഒരു ബസ് നിർത്തുന്ന സ്ഥലമുണ്ടല്ലോ, അജയ് അങ്ങോട്ടേക്ക് വന്നാ മതി. ശരി, ഞാൻ വന്നോളാം. ഓക്കെ, ശരി. നമ്മൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? പറഞ്ഞ ഫയൽ എടുത്തു കൊടുത്താ പോരെ? ആ അതെ, എല്ലാം എന്റെ തന്നേക്കേ, ഞാൻ മാറ്റി വെച്ചോളാം. എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞോ? ആ അതെ, സേഫായിട്ട് വെക്കണം കേട്ടോ. തൽക്കാലം ഈ ഫയലെല്ലാം അങ്ങോട്ട് വെക്കുക. വേഗം ആ ഫയലിങ്ങനെ നോക്കട്ടെ. ചെല്ല്. കുഴപ്പമില്ല സാർ, ഞാൻ കൊണ്ടുവച്ചേക്കും. എന്നാ വെച്ചോ. ഹലോ, അജയൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവന്റെ കയ്യിലൊരു ഫയലുണ്ട്. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന്റെ മേലെ ഒരു കണ്ണ് വേണം. അതെ, നിങ്ങളെ അവിടെ തിരക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ. ചെല്ല. സെർച്ച്. ഓക്കെ മാഡം. ഹോസ്പിറ്റലിൽ വെച്ച് അജയനും ജയശ്രീമാണവും തമ്മിൽ പരിചയമുള്ളതായി ഭാവിച്ചതേയില്ല. തികച്ചും അപരിചിതരായിട്ടാണ് അവർ പെരുമാറിയത്. നമ്മൾ വരുന്നറിഞ്ഞ് എല്ലായിടത്തും മാറ്റം തോന്നുന്നു മാഡം. മാഡം, ഇതെന്തോ റോങ് ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ കരുതുന്ന പോലെ ഒരു കുഴപ്പം ഇവിടെയില്ല. ആരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് ഫയലെടുത്ത് മാറ്റിയാല് തെളിവുകളെല്ലാം നശിച്ചു പോകുന്നു കരുതിയെങ്കിൽ അത് വെറുതെയാ. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ കണ്ണുനീരി മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാതെ ആരും രക്ഷപ്പെടില്ല. തെളിവുകളൊക്കെ വെളിയിൽ വരും. ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയിക്കും ഞാൻ. പാടോ. അപ്പൊ ഞങ്ങള് വരുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ വിവരം കിട്ടിയിരുന്നു അല്ലേ? ആ അതെ, അതുകൊണ്ടാ തെളിവുകൾ അടങ്ങിയ ഫയലുകളെല്ലാം അവർ മാറ്റാൻ പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞത് നന്നായി. അതുകൊണ്ടാ എനിക്ക് ഇതുവരെ കിട്ടാതിരുന്ന വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ കയ്യിൽ കിട്ടിയത്. എന്നിട്ട് ഫയലൊക്കെ എവിടെ? അതെല്ലാം കോപ്പി എടുത്ത് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതെന്താ കൊണ്ടുവരാതിരുന്നേ? തെളിവുകൾ അടങ്ങിയ ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് മറ്റാരെങ്കിലും മാറ്റുന്നുണ്ടോയെന്ന് അവരുടെ ആളുകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെ സംശയിക്കാതിരിക്കാനാ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നത്. അത് നന്നായി. ഇത്രയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അജയന് മനസ്സിലായോ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആരുമില്ലാത്ത രോഗികളെ തെരഞ്ഞുപിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ആംബുലൻസ് ഡ്രൈവറാണ്. പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി അവര് ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ 1-2 ഡോക്ടേഴ്സിനും ഇതിൽ പങ്കുണ്ട്. പക്ഷേ അവരെല്ലാം ഈ ചങ്ങലയിലെ ചെറിയ കണ്ണികൾ മാത്രമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഒരേ ഒരാളാണ്.
ആരാ അത്? അയാളെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ശരി, അയാൾ ആരാന്ന് പറയും, നമുക്ക് അന്വേഷിക്കാം. അയാളുടെ പേരോ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. സംശയം തോന്നിയതുകൊണ്ട് അയാളെ കണ്ടപ്പോഴെല്ലാം ഞാൻ അയാൾ അറിയാതെ ഒന്ന് ഫോളോ ചെയ്തു. അപ്പോ ഞാനൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? അയാള് ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. ഞാൻ അയാളുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഫോട്ടോ എവിടെ? അത് ഡെവലപ്പ് ചെയ്ത് നാളെ കിട്ടും. ശരി, നാളെ ആ ഫോട്ടോയും നിനക്ക് കിട്ടിയെന്ന് പറയുന്ന നിർണായ വിവരങ്ങളുള്ള ഫയലുകൾ എന്നെ ഏൽപ്പിക്കണം. ആ ഫയലുകളെല്ലാം കമ്മീഷണർക്ക് നാളെ തന്നെ കൊടുക്കണം. ശരി. നാളെ നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. സ്ഥലം ഞാൻ ഫോണിൽ വിളിച്ച് അജയനെ അറിയിക്കാം. അജയന് ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? അത് ഞാൻ മാനേജ് ചെയ്തോളാം. ശരി. ഇവരെന്തിനാ പുറത്തു വെച്ച് കാണുന്നത്? അജയേട്ടാ, ഫോട്ടോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രിന്റും നെഗറ്റീവും കവറിലുണ്ട്. താങ്ക് യു. ആ, ഓക്കെ. എന്താ കവറില്? അത് അളിയനെ ഏൽപ്പിക്കാൻ ഒരാൾ തന്നതാ. ശരി. ഹലോ അജയ, ഫോട്ടോ കിട്ടിയോ? ആ, ഇപ്പൊ കിട്ടിയുള്ളൂ. ഗുഡ്. അപ്പൊ 4 മണി കഴിയുമ്പോ ആ ഫയലുകളും ഫോട്ടോയും എടുത്ത് ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് വരണം. ഗ്രൗണ്ടിന്റെ അടുത്തോ? ആ അതെ, ഗ്രൗണ്ടിന്റെ കിഴക്ക് മാറി ഒരു ബസ് നിർത്തുന്ന സ്ഥലമുണ്ടല്ലോ, അജയ് അങ്ങോട്ടേക്ക് വന്നാ മതി. ശരി, ഞാൻ വന്നോളാം. ഓക്കെ, ശരി. മാഡം, ഇരിക്കും. ഭാഗ്യമുണ്ടെങ്കിലേ ഇതുവരെ നമ്മളെ തേടി നടന്ന ആരെയാണ് നിന്ന് അറിയാൻ പറ്റും മാത്യൂസ്. അതൊരു നല്ല വാർത്തയാണല്ലോ മാഡം. അതെ, എവിഡൻസ് എല്ലാം ഇന്ന് കമ്മീഷണർക്ക് കൊടുക്കും. ഞാനിപ്പോ ഒന്ന് പുറത്തേക്ക് പോവാം. ശരി. തിരിച്ചു വന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാം. ഓക്കേ. ഓക്കെ, ആ. ശരി. അപ്പോ അജയേട്ടൻ ഇതുവരെ പോയിട്ടില്ല. ഇവിടെ ഒന്നും ശരിയാവില്ല. ചിലപ്പോ എന്നെ കണ്ടേക്കും. ഇതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം.